തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവചനം 17-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം ഓർമ്മപ്പെടുത്തും. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മനസ്സ് പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്ത് പ്രവൃത്തികൾക്കിണങ്ങുന്ന പ്രതിഫലം നൽകാൻ ഒരുങ്ങുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഈ വചനപ്പൊരുൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സിനെ അവിടുന്ന് ഏറ്റെടുത്ത് രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും ഇന്നെൻ്റെ ആദിവ്യാധികളെയും തമ്പുരാന് കൊടുത്തുകൊണ്ട് ഈശോയെ ഈ വചനം കേൾക്കുമ്പം ഹൃദയം ജ്വലിക്കാൻ, കണ്ണു തുറക്കപ്പെടാൻ, ആവശ്യമായ ആത്മീയ ദർശന വഴികളിലൂടെ സഞ്ചരിക്കാൻ കൃപയേകണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണേ. സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുവചനം നമുക്കായിട്ട് ഇന്ന് നൽകുന്ന ആത്മീയ വിരുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് കേന്ദ്രീകരിക്കാം. അതിലൊന്നാമത്തേത് മനസ്സ് പരിശോധിക്കും എന്നാണ് തമ്പുരാൻ പറയുന്നത്. ഹൃദയത്തെ പരീക്ഷിക്കും എന്നും. മനസ്സെന്ന് പറഞ്ഞാൽ ബുദ്ധി, കാര്യകാരണങ്ങൾ, ചിന്തകൾ, അവയുടെയൊക്കെ ഇടമാണ്. ഈ മനസ്സിൻ്റെ മേഖലയെ വളരെ കൃത്യതയോടുകൂടിയിട്ട് തമ്പുരാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. പരിശോധനകളുടെ പ്രത്യേകത ചുമ്മാ ഒരു പെരിഫറൽ പ്രവൃത്തിയല്ല, അതിങ്ങനെ അഗാധങ്ങളെ തൊടുന്ന, ആഴങ്ങളെ സ്പർശിക്കുന്ന ഒന്നായതുകൊണ്ട് അതിന് കുറച്ചും കൂടെ എക്സ്പേർട്ടൈസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മനസ്സിനെ ദൈവം പരിശോധിക്കുന്നു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത് ഹൃദയത്തെ പരീക്ഷിക്കുകയാണ്. ഹൃദയത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മൾ അറിയണം, ആഗ്രഹങ്ങളും വികാരങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കൂടിച്ചേരുന്ന അവയെല്ലാമുള്ള ഒരു സംഗമ ഇടം എന്നൊക്കെ വിളിക്കാം ഹൃദയത്തെ. ഹൃദയത്തെ പരീക്ഷിക്കുകയാണ് എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അകക്കാമ്പിലുള്ളതിനെ സ്വർഗം ഇങ്ങനെ ഒന്ന് വെയ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പഠിപ്പിച്ചതിനെ പ്രായോഗികതയിൽ അതിൻ്റെ പ്രകടനത്തിൽ എന്തു കാണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം പോലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബുദ്ധിയുടെ മേഖലയെയും ഈ ഹൃദയത്തിൻ്റെ ഇടങ്ങളെയും വളരെ അനുഗ്രഹത്തോടു കൂടിയിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തൽ, അങ്ങനെ ഒരു വ്യക്തി ആയാൽ വചനം പറയാണ്, ഓരോരുത്തനും ജീവിത രീതിക്ക് അനുസരിച്ച് പ്രവർത്തിച്ച് പ്രതിഫലം നേടും. ഈ മനസ്സിനെയും ബുദ്ധിയെയും സ്വർഗം സ്വപ്നം കാണുന്ന വിധത്തിലൊന്ന് ചേർത്ത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെയും മനുഷ്യൻ്റെ കഴിവുകളെയും കൂട്ടിച്ചേർത്ത്, അങ്ങനെ ഞാനതിനെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുക. ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗം സ്ത്രീ പുരുഷ സംഭോഗത്തിലൂടെ ഒരു അണ്ടമായിട്ട് രൂപാന്തരപ്പെടുന്ന ആദ്യ പ്രോസസ്സിനകത്ത് നിക്ഷേപിച്ച ആ ഘടകത്തെ അതിനോട് ചേർത്ത് ഈ മനസ്സിനെ, ബുദ്ധിയെ കൂടെ ചേർത്ത് ഇത് രണ്ടും കൂടി പരുക്കു പറ്റാണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരനുഗ്രഹമുണ്ടല്ലോ, അത് പ്രതിഫലം കിട്ടാൻ കഴിയുന്ന സ്വർഗത്തിന് പ്രിയങ്കരമായ ഒരു പ്രവൃത്തിയാണ്. പല മനുഷ്യർക്കും ഈ ബുദ്ധിയെയും മനസ്സിനെയും, അല്ലെങ്കിൽ മനസ്സിനെയും ഹൃദയത്തെയും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒരു വല്യപ്പനെ ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട്. വല്യപ്പൻ കൊച്ചുമകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇവൻ നല്ല മിടുക്കനാച്ചാ, നന്നായിട്ട് പഠിക്കും, ചെറുപ്പം മുതൽ തന്നെ അവൻ പഠിക്കും, നല്ല സംഘടനാ പാഠങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാണെന്നറിയത്തില്ല ചോ, ഇവൻ എവിടെ ചെന്നാലും രക്ഷപ്പെടുന്നില്ല. ഒരു ജോലിക്ക് ചെന്നാൽ മുക്കാലും അവൻ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജോലി നിർത്തി പോരുകയോ ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ ആകപ്പാടെ. എന്നിട്ട് ഈ അപ്പൂപ്പൻ ഒരു 10-70 വയസ്സിനോട് പ്രായമുണ്ട്. ഈ കാരണവർ എന്നോട് പറഞ്ഞൊരു കാര്യം, എന്തോ ഒരു കൃപയുടെ കുറവുണ്ട്. ഈ മകനുമായിട്ടുള്ള പ്രാർത്ഥനയിലായിരുന്ന നിമിഷങ്ങളിലും സംസാരിച്ചപ്പോഴും കിട്ടിയ എൻ്റെ ഉള്ളിലെ ഒരു ബോധ്യമാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ പോലും അറിയാതെ ഈ ഹൃദയത്തിലെ തമ്പുരാൻ്റെ ഇടത്തിന് അറിഞ്ഞുമറിയാതെയോ ഒരു ഡീഗ്രഡേഷൻ, ഒരു കുറവ് സംഭവിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും തല മാത്രം വളരുകയും മനസ്സ്, ബുദ്ധി അതുമാത്രം വർദ്ധിക്കുകയും ഹൃദയഭാവങ്ങൾക്ക് വലിയ വളർച്ചയില്ലാതെ വരികയും മുരടിപ്പുണ്ടാവുകയും ചെയ്യുമ്പം ജീവിതം അപകടപ്പെടുമെന്നുള്ളത് കൊണ്ട്
തമ്പുരാൻ്റെ വചനം പറയും ബുദ്ധിയെ, ഹൃദയത്തെ അത് ഇണങ്ങുന്ന വിധത്തിലൊന്ന് സംയോജിപ്പിക്കണം. മോശയും അഹറോനും പോലെ. മോശയെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ബുദ്ധിയുടെ കഥാപാത്രമായിട്ട്, അറിവിൻ്റെ ആളായിട്ടൊക്കെ മോശയെ ചിത്രീകരിക്കാറുണ്ട്. അഹറോൻ എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന വ്യക്തി. ഈ രണ്ടും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷനാണ് മരുഭൂമിയുടെ 40 ആണ്ടിൻ്റെ പ്രയാണത്തിൽ ഇസ്രായേലിന് കരുത്തായിട്ടു മാറിയത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പം പ്രവൃത്തികൾ ഫലദായകമായിട്ട് മാറാൻ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ കൃത്യതയാർന്ന കൂടിച്ചേരലുകൾ വേണം എന്ന സൂചനയാണ് വചനം നൽകുന്നത്. എഫേസ്യസ് ലേഖനം 2:8 പറയും, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അപ്പം വിശ്വാസത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നാം പടിപടിയായിട്ട് ഈ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ വളർത്താനായിട്ട് തീരുമാനം എടുക്കണം. ഏറ്റവും അകലമുള്ള ഇടം എന്നൊക്കെ ചില ആത്മീയ പിതാക്കന്മാർ പറയും. അത് ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് അടുപ്പത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയാലുണ്ടല്ലോ, അത് വല്ലാത്ത സുഖം തരുന്നതാണ്. ചില അടുപ്പങ്ങളൊക്കെ ബുദ്ധിയിൽ മാത്രം നിൽക്കുമ്പം അതിനധികം കാലം നിൽക്കാനാവില്ല. എന്നാൽ അടുപ്പങ്ങൾ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് ഇടം മാറിയാൽ നാം അറിയാത്ത വിധം വലിയ സ്വാധീനമാകാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞ് വിശ്വാസം ഈ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കഴിയുമ്പം ഉണ്ടാകുന്നതാണ്. അത് കൃപയായിട്ട് ഒഴുകും. അതാണ് എഫേസ്യസ് ലേഖനം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2:19 പറയും, പിശാച് പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ പറയും. എന്നുവെച്ചാൽ വിശ്വാസം പിശാചിന് പോലും ഉണ്ട്. വ്യത്യാസം എന്നതാ? ഒറ്റ വ്യത്യാസമുള്ളൂ, പിശാചിന് ദൈവാശ്രയ ബോധമില്ല. നമുക്കും പിശാചിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, പിശാചിനും നമുക്കും വിശ്വാസമുണ്ട്, പക്ഷെ പിശാചിന് എന്തില്ല? ദൈവാശ്രയ ബോധമില്ല. അവനെ തന്നെ ആശ്രയിക്കാനായിട്ട് തീരുമാനമെടുക്കും. അപ്പം ബുദ്ധിയുടെ മേഖലയാണ്. ബുദ്ധി കൊണ്ട് വേണമെങ്കിൽ വിശ്വാസത്തെയും വിശ്വാസത്തോട് ബന്ധപ്പെട്ടതിനെയും ഒക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. തോമസ് അക്വീനാസ് പുണ്യവാൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാലം തൻ്റെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം മുഴുവൻ സമയവും മണിക്കൂറുകളിരുന്ന് എഴുതി വലിയ നിധികുംഭങ്ങളായ പുസ്തകങ്ങൾ എഴുതി. ഒടുവിലൊരു വിശുദ്ധ കുർബാനയുടെ ബലിയർപ്പണ വേളയിൽ വലിയൊരു ദൈവിക ദർശനം ഉണ്ടാകുന്നു. പരിശുദ്ധ കുർബാന എടുക്കുമ്പം ഭാരം കൊണ്ട് എടുക്കാൻ പറ്റണില്ല, തിരുവസ്തി ഉയർത്താൻ പറ്റുന്നില്ല. വലിയ ദൈവിക അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹം ആ ബലിപീഠത്തിൽ സാഷ്ടാംഗം വീണ് സങ്കടപ്പെട്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ഒന്നും എഴുതിയിരുന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ അൾത്താരയിൽ കണ്ടുമുട്ടിയ എനിക്ക് ആ ബലിവേദിയിലുണ്ടായ ദൈവദർശനാനുഭവം ഞാൻ എഴുതിയതിനേക്കാളും ഒക്കെ എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ള അവബോധം കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം, ഈ മനസ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് ജീവിതത്തെ പതിയെ വളർത്താനായിട്ട് തീരുമാനമെടുക്കണം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് തമ്പുരാൻ പറഞ്ഞത് മത്തായി സുവിശേഷം 22:37 പറഞ്ഞു വെച്ചു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവ്വശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ പടികൾ ഉത്ഭവിക്കേണ്ടത്, അനുഗ്രഹത്തിൻ്റെ ഉറവകൾ അവിടെ നിന്നാണ് ഉറവയെടുക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 4:4 പറയും, കർത്താവിൽ ആനന്ദിക്കാൻ ഓരോ വിശ്വാസിയോടും പറയുകയാണ്. ഈ ആനന്ദിക്കാൻ പറയുന്നത് എവിടെ നിന്ന് വരേണ്ടതാണ്? അത് ബുദ്ധിയിലുണ്ടാകുന്നതല്ല, അത് ഹൃദയത്തിലുണ്ടാകുന്നതാണ്. പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. ഹൃദയത്തെയും മനസ്സിനെയും വേണ്ടും വിധം ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റിയാൽ ജീവിതം സുഖകരമാവും. ഇന്ന് പല ആളുകളുടെയും ജീവിതത്തിൽ ഈ വേണ്ടത്ര സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ കഴിയാത്തത്, കുറേ ആളുകൾ വെറുതെ ബുദ്ധിയിൽ മാത്രം ജീവിക്കുകയാണ്, കണക്കുകൂട്ടലിൽ മാത്രം ജീവിക്കുകയാണ്. എങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്ത് നേട്ടമുണ്ടാക്കാം. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ച് പറഞ്ഞു, ജീവിത പങ്കാളിക്ക് ഈ നന്മ നിറഞ്ഞ മറിയൊക്കെ ആവർത്തിച്ച് ചൊല്ലുന്നത് അലോസരമാണ്, അതൊക്കെ ചുമ്മാ പാഴ്വേലയാണെന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നു, കളിയാക്കുന്നു. അയാൾക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അപ്പം സമ്പത്താണ് ആ മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ, അതിലേക്കാണ് ശ്രദ്ധ മുഴുവനും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ബുദ്ധിയിൽ മാത്രം, കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല, മക്കളൊക്കെ അത്യാവശ്യം ജോലിയിലൊക്കെ എത്തി, ഇനിയിപ്പം കാര്യങ്ങളൊക്കെ എൻ്റെ കൈപ്പിടിയിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നു. ഈ സഹോദരി പറയാം, അച്ഛാ, ഹൃദയത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ മേഖലകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ്റെ ഈ ഭയാനകമായ നിലപാട് കണ്ടിട്ട് വലിയ പേടി തോന്നുക. ഒരു കാര്യം ഉറപ്പിച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കറിയാം അങ്ങനെയുള്ള ജീവിതങ്ങളെ. ഈ മക്കളുടെ ജീവിതത്തിലേക്കൊക്കെ മാതാപിതാക്കൾ അറിയാതെ ഈ ലോജിക്ക് മാത്രം കൊടുത്താൽ, ലോജിക്കിനകത്ത് സ്നേഹമില്ല,
ലോജിക്കിനകത്ത് വിശ്വാസമില്ല, ലോജിക്കിനകത്ത് ആശ്രയബോധം പോലുമില്ല, ലോജിക്കിനകത്ത് നമ്മുടെ സിമ്പിൾ 1+1 2, 2+2 4, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത് അപ്പനാണേലും അമ്മയാണേലും ഒക്കെ. ഈ വൈകാരികത എന്ന് പറയണ ഹൃദയത്തിൻ്റെ ഭാവം ചേരാതെ ജീവിതം വിജയിക്കില്ല. പല വൈവാഹിക ജീവിതങ്ങളും പരാജയപ്പെടുന്നത്, ചെറുപ്പക്കാർ പ്രണയത്തിലുള്ളവരൊക്കെ പറയണത്, ഒരു പെൺകുട്ടി എന്നോട് ഞാൻ ചോദിച്ചു, നിനക്ക് അവനെക്കുറിച്ച് എന്നാ അറിയാം? ഫുള്ള് അറിയാമെന്നാണ് പറഞ്ഞത്. ഫുള്ള്. മനഃശാസ്ത്രമൊക്കെ പറയണത് ഏറ്റവും അടുപ്പമുള്ള ദാമ്പത്യ ബന്ധങ്ങളിൽ പോലും, ഒരുപാട് വർഷം നീണ്ട ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിൽ പോലും അറിവിൻ്റെ ഇടങ്ങളെക്കുറിച്ചൊക്കെ പറയണത് ഒരു 30% ഉള്ളൂ. അപ്പോഴാണ് ഇവള് 6 മാസം കൊണ്ട് അവനെ ഫുൾ അറിയാമെന്നൊക്കെ പറയണത്. പറഞ്ഞു വന്ന കാര്യം ജീവിതത്തിൽ കൃത്യമായിട്ട് ഓർമ്മിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ മനസ്സിനെ കൃപയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഹൃദയത്തിനിണങ്ങുന്ന വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, പല മനുഷ്യരും ഇന്നത് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പരാജയപ്പെടുന്നു. ഇത് രണ്ടും കൃത്യതയോട് കൂടിയിട്ട് ചേർത്ത് വെച്ച് അതിലൂടെ സ്വർഗത്തിന് പ്രീതികരമായ പ്രവൃത്തിയായി മാറുമ്പോഴാണ് അനുഗ്രഹമുണ്ടാവുക. അതുകൊണ്ട് ഈശോ ചെയ്തൊരു പ്രവൃത്തി ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൃത്യമായൊരു കോമ്പിനേഷൻ്റെ ജീവിതമായിരുന്നു ഈശോയുടെ ജീവിതം. ആത്മീയപിതാക്കന്മാർ പറയണത്, ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ഹൃദയവും മനസ്സും വളരെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈശോയുടെ ജീവിതം ഈ ലോകത്തിൻ്റെ തന്നെ സ്വാധീനമായിട്ട് മാറിയത്. ക്രിസ്തു എന്തുകൊണ്ട് ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ചു എന്നൊക്കെ ഒരുപാട് പേര് പഠനം നടത്തിയിട്ടുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു പഠനത്തിൻ്റെ ഫോക്കസ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കിടക്കുന്നത്, ഒരു പിൻ പോയിൻ്റ് ചെയ്തൊരു കാര്യം ഇവിടെ കിടക്കുന്നത് എന്ന് വെച്ചാൽ, ഹൃദയത്തെയും മനസ്സിനെയും വളരെ സുന്ദരമായിട്ട് ബ്ലെൻഡ് ചെയ്തതുകൊണ്ട് 2 ലെവലിലുള്ള ആളുകൾക്കും ക്രിസ്തുവിൻ്റെ പഠനങ്ങളോടും ജീവിതത്തോടും ഒരുവിധപ്പെട്ട ആളുകൾക്ക് എതിരിടാനായിട്ട് കഴിയാതെ പോകുന്നു. ലോകത്തെ ക്രിസ്തു ഇത്രമാത്രം സ്വാധീനിച്ചു. ഒന്നാമത്തെ കാര്യം, അനുകമ്പയുള്ള ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റും. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറയും, ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നി. അനുകമ്പ എന്ന് പറയുന്ന ഒരു വികാരം ഒരു വ്യക്തിയിൽ രൂപപ്പെടാനായിട്ട് കാരണമായി മാറിയ ചില ലോജിക്കുകളുണ്ട്. കൂടെയായിരുന്ന ജനം, ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ തന്നോടൊപ്പമായിരുന്നവർ ആ കടന്നു പോകുന്ന മാനസിക വൈകാരിക ബുദ്ധിമുട്ടിനെ മനസ്സിലായി കഴിഞ്ഞപ്പം, ബുദ്ധിയിലേക്ക് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പം അത് വികാരത്തിൻ്റെ ഭാഗമായിട്ട് അത് അനുകമ്പയായിട്ട് രൂപാന്തരപ്പെട്ടു. ക്രിസ്തുവിൽ ഈ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഭാവം നൽകിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അനുകമ്പയുടെ ഭാവം എന്നോർമ്മിക്കണം. രണ്ടാമത്തെ ഒരു പ്രത്യേകത ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് ആത്മാർത്ഥമായിട്ട് നന്മ ചെയ്യാൻ കഴിയുന്ന ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. റോമാലേഖനം 12:9 പറയും, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. തിന്മയ്ക്കു വേണ്ടിയിട്ട് ജീവിതത്തിൽ സമയവും കഴിവും ആയുസ്സും ആരോഗ്യവും പങ്കുവയ്ക്കാതെ നന്മയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കണം. പല ആളുകളും ജീവിതത്തിൻ്റെ ഒരുപാട് എനർജി നഷ്ടപ്പെടുത്തി കളയണത് മറ്റൊരാൾക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചിട്ടാണ്. ഒരു ഉപകാരമില്ല. മറ്റൊരാളെക്കുറിച്ച് ആവശ്യമില്ലാതെ അവനെ കെണിയിൽപ്പെടുത്താൻ, ഉപദ്രവിക്കാൻ. ഇപ്പം ഈ പ്രത്യേകിച്ചും ലോക്ക്ഡൗണൊക്കെ ഉള്ള കാലത്ത് ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ചും ആലോചിച്ചും ഒക്കെ ഉണ്ടാക്കി മനുഷ്യൻ്റെ ജീവിതത്തിന് താളം തെറ്റിക്കുന്ന പ്രവൃത്തികളിലേക്ക് കടന്നു പോവുക. എന്തുമാത്രം വൈകാരികമായിട്ട് ആളുകളൊക്കെ പ്രതികരിക്കണത്. ഓരോ ന്യൂസിൻ്റെയൊക്കെ അടിയിൽ കാണുന്ന ചില കമൻറ്റുകളൊക്കെ കാണുമ്പം അതിൽ പല ആളുകളെയും നമുക്ക് വ്യക്തിപരമായിട്ടൊക്കെ അറിയാവുന്ന ചില ആളുകളൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഈ മേഖലയിൽ. സ്വന്തം കുടുംബജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ആരുടെ ഭർത്താവ് ഉദ്യോഗം കൂടുന്നത് നോക്കിയിട്ട്. ഓർമ്മിക്കണം, നന്മ ചെയ്യാനായിട്ട്, ആത്മാർത്ഥതയോടുകൂടെ നന്മ ചെയ്യാനായിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് വെളിച്ചം കിട്ടിയത് മനസ്സും ഹൃദയവും തമ്മിൽ കൃത്യമായിട്ട് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ജീവിതം ഇത്ര സ്വാധീനമുള്ളതായി മാറാൻ മൂന്നാമത്തെ ഒരു കാരണം, വിശ്വസിക്കാവുന്നൊരു വ്യക്തിത്വം ക്രിസ്തു രൂപപ്പെടുത്തിയിരുന്നു. നല്ല ക്രെഡിബിളായിട്ടുള്ളൊരു ജീവിതം. അത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, അത് കർട്ടന് പുറകിലൊന്നും കർട്ടൻ്റെ അകത്ത് വേറൊന്നുമല്ല, സ്റ്റേജിലൊന്നും പിന്നാമ്പുറത്തും മറ്റൊന്നുമല്ല. ജീവിതത്തിൻ്റെ ആ ആധികാരികതയുണ്ടല്ലോ, അത് മറയില്ലാത്തൊരു ജീവിതം എന്നൊക്കെ പറയാൻ പറ്റണം. ഓരോ വ്യക്തിയും ക്രിസ്തുവിലേക്ക് നോക്കുമ്പം, അനുകരിക്കാൻ ശ്രമിക്കുമ്പം ഈ ഒരു മനോഹരമായ വ്യക്തിത്വത്തെ നന്നായിട്ടൊന്ന് ധ്യാനിക്കണം എന്നുള്ളത്. 1 കൊറിന്തോസ് 15-ാം അധ്യായത്തിൽ 55 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവിതം പാപത്തെയും മരണത്തെയും ജയിച്ചു, അവൻ ദൈവപുത്രനായി മാറി എന്നൊക്കെ പറഞ്ഞിട്ട് വചനം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ
വളരെ ക്രെഡിബിളായിട്ടുള്ള, ചരിത്രത്തിൽ ഒരു വ്യക്തിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധം ഇത്രമാത്രം ലോകത്തെ കീഴ്മേൽ മറിച്ച, ലോകത്തിന് സ്വാധീനമായി മാറിയ, ഈ 2000 കൊല്ലങ്ങൾക്കപ്പുറവും ഇന്ന് സ്വാധീനത്തിൻ്റെ ഗണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്രെഡിബിൾ വ്യക്തിത്വത്തിലേക്ക് ക്രിസ്തു വളർന്നതിൻ്റെ പുറകിലെ കാരണം നമ്മൾ തേടുമ്പം ഉത്തരം നമ്മൾ എത്തുന്നത് മനസ്സിനെയും ഹൃദയത്തെയും വളരെ കൃപയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്തു എന്നതുകൊണ്ടാണ്. നാലാമത്തെ ഒരു കാര്യം, മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ഒരാളെയും ജീവിതത്തിൽ നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ടതില്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മളാണ് ഏറ്റവും യോഗ്യതയുള്ളവരെന്നും ശ്രേഷ്ഠതയുള്ളവരെന്നും. അങ്ങനെ തെറ്റിദ്ധരിച്ച് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തരുത്. മറ്റുള്ളവനെ വിലക്കെടുക്കാനായിട്ട് അവൻ്റെ ജീവിതത്തെ ഒന്ന് ആദരവോടെ കാണാൻ, മാന്യൻ എന്നൊക്കെ പറയുന്ന നിർവചനം പോലും അങ്ങനെയാണ്. കൂടെയുള്ളവനെ വലിയവനായിട്ട് വലുതായിട്ട് കാണാൻ കഴിയുന്ന ആ തുറവിയാണ്. എൻ്റെ ഒപ്പമുള്ളവൻ, സ്നാപകനൊക്കെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ബൈബിൾ പറഞ്ഞ, സുവിശേഷം പറഞ്ഞൊരു വ്യക്തിത്വം. ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ വ്യക്തിത്വമാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അതിലൂടെ വലിയ അത്ഭുതമായി കുതിച്ചു ചാടിയ ഒരു വ്യക്തിത്വം. അങ്ങനെ ഏത് ഡയമെൻഷനിൽ നോക്കിയാലും ശക്തിയുള്ളൊരു മനുഷ്യൻ. മരുഭൂമിയിൽ തേനും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും, അങ്ങനെ ത്യാഗത്തിലൂടെ വലിയ കരുത്താർജിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, അപ്പുറത്തുള്ളവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം കൊടുക്കുന്നവനാണ്, ഞാൻ ചുമ്മാ വെറുതെ വെള്ളം കോരി ഒഴിക്കുന്നതെന്നുള്ളൂ. എന്തൊരു വളർച്ചയാണെന്ന് അറിയണ്ടേ. പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഏറെ താഴ്മയോടുകൂടി ഇട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്നാപകൻ്റെ ദർശനമാണ്. ഈശോ കൃത്യമായിട്ട് പറയാണ്, മറ്റുള്ളവരെ അങ്ങ് വിശ്വസിക്കുക, മറ്റുള്ളവരെ അങ്ങ് വിശ്വസിക്കുക. ചില കുടുംബജീവിതങ്ങളൊക്കെ പറയണത്, എൻ്റെ അച്ഛൻ ഇയാളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഞാൻ ഇയാളെ വിശ്വസിക്കും? കാരണം ഇയാളുടെ ജീവിതത്തിൽ അയാൾ എന്നെ കുറേ തവണ പറ്റിച്ചു, എന്നെ പറഞ്ഞു പറ്റിച്ചു. വളരെ ശക്തമായിട്ട് ചില ആളുകളൊക്കെ പറയും. പക്ഷേ നമുക്കവിടെ വേറൊരു പരിഹാര മാർഗം പറയാനില്ല. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ് ഈ ജീവിത പങ്കാളി എന്നൊരു1000 തവണ പറയാവോ? ഞാൻ അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അല്ലാതെ ലോജിക്കൊന്നും അവിടെ വർക്ക് ചെയ്യാറില്ല. അപ്പം ഈ 1000 തവണ ഇത് മനസ്സിൽ ബുദ്ധിയോട് ബന്ധപ്പെടുത്തി ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പം അറിയാതെ അങ്ങനെ അത് ഹൃദയത്തിലേക്ക് ഒരു സ്വാധീനമായി കടന്നു വന്ന് ആ ഹൃദയത്തിലെ മുറിവുകളൊക്കെ മാറിയിട്ട് ആ മുറിവുകൾ മാറി അവിടെ അനുഗ്രഹം നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വിശ്വസിക്കാനായിട്ട് കഴിയുന്ന ആത്മീയ അനുഭവത്തിലേക്ക് എത്താൻ പറ്റും. അഞ്ചാമത്തെ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ ജീവിതം ഇത്ര സ്വാധീനമായി മാറാൻ കാരണം സഹായിക്കുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട്. താങ്ങാൻ തണലാകാൻ ജീവിതത്തിൽ ക്രിസ്തു എന്നും തീരുമാനിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 11:28 മുതൽ വചനം പറയും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമാണ്, എൻ്റെ ഭാരം നിങ്ങൾക്ക് ലഘുവാണ്. കൃത്യമായിട്ടും ഈശോ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അതായത് തൻ്റെ അരുകിലേക്ക് കടന്നു വരുന്നവൻ്റെ ജീവിതത്തെ സ്നേഹപൂർവ്വം അവൻ്റെ ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ കഷ്ടപ്പാട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സദാ സന്നദ്ധമായിട്ടുള്ള ഒരു ക്രിസ്തു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത, സഹായിക്കുന്ന വ്യക്തിത്വം. നിലനിൽക്കുന്ന ഒരു ജീവിതം എന്നൊക്കെ പറയണത് അവരെൻ്റെ ജീവിതത്തിന് വേണ്ടി പങ്കുവച്ചതൊക്കെയാണെന്ന് നമ്മൾ ഓർത്തോണം. ചുമ്മാ ജീവിച്ച് കടന്നു പോകുന്നതിനും വ്യത്യാസപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കെങ്കിലുമൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് ഇന്ന് ആവശ്യമുണ്ടോ? ഞാനിങ്ങനെ ഈ വിരോധങ്ങൾ സൂക്ഷിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരാളോട് വിരോധം സൂക്ഷിക്കുന്നു, പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു 70 പ്രാവശ്യം ശ്രമിക്കണം. സൂര്യൻ അസ്തമിക്കും മുമ്പേ നിങ്ങളുടെ കോപം അവസാനിപ്പിക്കണം. എഫേസസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. എഫേസസ് 4:26 വചനം ഓർമ്മപ്പെടുത്ത്. കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കും മുമ്പേ കോപം അവസാനിപ്പിക്കണം. എന്താ അതിൻ്റെ ആത്മീയത? എന്നുവെച്ചാൽ ഈ രാത്രിയിൽ അത് പാപകരമായി മാറുകയും നിൻ്റെ ജീവിതത്തിൽ അത് രൂഢമൂലമായിട്ട് നിന്നിൽ സ്വാധീനമാവുകയും ചെയ്യും. സൂര്യാസ്തമനത്തിനുള്ളിൽ തന്നെ അത്തരം മേഖലകളെ വിശുദ്ധീകരിക്കണം. ചില ആൾക്കാരിങ്ങനെ ഈ വെറുപ്പും വിദ്വേഷവും ഒക്കെ കൊണ്ട് തകർന്നു പോകുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയിലൂടെ ഇന്ന് എനിക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. അങ്ങനെ ഒരു ലോജിക്ക് വർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇന്നെന്നെ അനുഗ്രഹിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു തിരഞ്ഞെടുത്ത വ്യക്തിയോടാണ് ഞാൻ കോപിക്കുകയും കലഹിക്കുകയും ആ വ്യക്തിയും ഞാനുമായിട്ട് അകലത്തിലാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഇന്നു കിട്ടേണ്ട അനുഗ്രഹം അയാളിലൂടെ നഷ്ടപ്പെട്ടു പോകും. അയാൾക്ക് വല്ല കുഴപ്പമുണ്ടാവുമോ? ഒരു കുഴപ്പമുണ്ടാവില്ല.
അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞ് 70 പ്രാവശ്യം എത്ര തവണയാണെങ്കിലും കുഴപ്പമില്ല, നീ അങ്ങ് വിട്ടുകൊടുത്ത് നീ അങ്ങ് ക്ഷമിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ജീവിതത്തിലൊക്കെ ഇത് കൃത്യം ബോധ്യമാണ്. നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചവരും പൗരോഹിത്യത്തിൻ്റെ ജീവിത പ്രയാണത്തിൽ മനസാ വാചാ കർമ്മണ അറിയാത്ത അപരാധങ്ങൾ പോലും ചാർത്തുകയുമൊക്കെ ചെയ്ത വ്യക്തികളോടൊക്കെ മനസ്സിൽ ഈ ബോധ്യം കിട്ടിയപ്പം നിരുപാധികം ക്ഷമിക്കാനായിട്ട് മാനദണ്ഡങ്ങൾ വെച്ചിട്ടൊന്നുമല്ല, ഒരു ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ അവരോട് ക്ഷമിക്കാനായിട്ടും വിട്ടുവീഴ്ചയ്ക്കുമൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പം ദൈവം ഇങ്ങനെ ഉള്ളം കയ്യിൽ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരുപിടി അനുഭവങ്ങൾ ശുശ്രൂഷാ മേഖലയിൽ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധമുണ്ട്. അപ്പം സഹായിക്കുന്ന വ്യക്തിത്വം, എൻ്റെ ജീവിതം മറ്റുള്ളവന് കൃത്യമായിട്ടും ഒരു താങ്ങും തണലും തുഷാരവുമൊക്കെ ആകണം. കൂദാശകളെക്കുറിച്ചൊക്കെ ഉള്ള ആത്മീയ പിതാക്കന്മാരുടെ ഓർമ്മപ്പെടുത്തൽ പോലും അതാണ്. കൂദാശകൾ താങ്ങാണ്, തണലാണ്, തുഷാരമാണ്. എത്ര മനോഹരമാണെന്നറിയാമോ? എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കൂദാശ നൽകുന്ന ബലമെന്തെന്നാ? അദൃശ്യമായ ദൈവിക വരപ്രസാദം ദൃശ്യ അടയാളത്തിലൂടെ നൽകുന്നതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനേക്കാളും മനോഹരമാണ് ഒരുവൻ്റെ ജീവിതം തളർന്നു പോകുമ്പോൾ അവനെ താങ്ങി നിർത്താൻ സഹായകമാണ് കൂദാശകൾ. തണലെന്ന് പറഞ്ഞാൽ മരുഭൂമിയുടെ അനുഭവത്തിൽ പോകുന്ന വ്യക്തിയുടെ ജീവിതത്തിന് കുളിർമയേകുന്ന ഒന്ന് തണൽ. തുഷാരം പ്രഭാതത്തിലെ അതിവിശുദ്ധമായ മഞ്ഞുകണമാണ്. അത് ഏത് വ്യക്തിക്കും സ്വീകരിക്കുമ്പം ഒരുപാട് സുഖം പകരുന്ന ഒന്നാണെന്ന് മറക്കരുത്. അപ്പം പറഞ്ഞു വന്നതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. സഹായിക്കുന്ന വ്യക്തിത്വമായിരുന്നു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം. അതുകൊണ്ടാണ് ക്രിസ്തു ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ട് നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ സഹായത്തിൻ്റെ പുറകിലെ ചൈതന്യം ഹൃദയവും മനസ്സും വളരെ കൃപയോടുകൂടിയിട്ട് സംയോജിപ്പിച്ചു എന്നതാണ്. ഒടുവിൽ നിസ്വാർത്ഥതയായിരുന്നു ക്രിസ്തു ജീവിതത്തിൻ്റെ വിജയമന്ത്രത്തിൻ്റെ പുറകിലെ ചൈതന്യദായകമായ ഘടകം. എന്നുവെച്ചാൽ വളരെ നിസ്വാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയം, കഴിവ്, അധ്വാനം പങ്കുവയ്ക്കുകയാണ്. നിഷ്പ്രയോജനകരമായ ദാസനെ പോലെ പൊടിയും തട്ടിയിട്ട് കൂളായിട്ട് കയറിപ്പോവുക. എത്രയ്ക്ക് അനുഗ്രഹത്തോട് കൂടിയിട്ട്, ഒരു മടിയും കൂടാതെ, ഒരു മനസാക്ഷി കുത്തും കൂടാതെ, തന്നെ ഏൽപ്പിച്ച കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനൊടുവിൽ എല്ലാം പൂർത്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു കൃപയോട് കൂടിയിട്ട് ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ക്രിസ്തു തൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കണത്. നമുക്കാർക്കും പിടികിട്ടാത്ത വിധം ക്രിസ്തു ജീവിതം ഒരു സ്വാധീനമായി മാറിയെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം അങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള ആത്മസമർപ്പണം വേണ്ട. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കാണുമ്പം നമുക്ക് കൊതി വരും. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ആരെയെങ്കിലും സഹായിക്കണമെങ്കിൽ ഒരു മടിയും കൂടാതെ പറഞ്ഞോ എന്നൊക്കെ പറയുന്ന ചില മനുഷ്യർ വളരെ ശ്രദ്ധാപൂർവം ചോദിക്കും മുമ്പ് തന്നെ ആഗ്രഹങ്ങളെ ഒപ്പിയെടുക്കണം. നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാം എന്ന് മനസ്സിൽ കരുതുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് വളരെ ശ്രദ്ധാപൂർവം ആ കാര്യത്തെ മനസ്സിലാക്കി ഏറെ കരുതലോട് കൂടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവരിങ്ങനെ അനുഗ്രഹമായിട്ട് കടന്നു പറയും. ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ചില മനുഷ്യരെ. നമ്മളിങ്ങനെ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പം നമ്മളിങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ കൊള്ളാം എന്ന് കൊതിക്കുമ്പം, ആഗ്രഹിക്കുമ്പം, തോന്നലുണ്ടാകുമ്പം അതുമായിട്ട് കടന്നു വരുന്ന ജീവിതങ്ങളെ കണ്ടുമുട്ടാനായിട്ട് ഇടവന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വചനം നമ്മളോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം, മനസ്സിലും ഹൃദയത്തിലും കൃത്യമായിട്ട് ദൈവം വിഭാവനം ചെയ്ത കാര്യങ്ങളിലേക്ക് ഒരു മാറ്റം വരുത്തണം. മനസ്സ് പരിശോധിക്കപ്പെടുമ്പം, ഹൃദയം പരീക്ഷിക്കപ്പെടുമ്പം അവിടെ എന്താ കുറവുള്ളത്, അവിടെ എന്താ അധികമുള്ളത്? നമ്മളൊരു മെഡിക്കൽ പരിശോധന നടത്തിയാൽ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് നമ്മുടെ BP-യും ഷുഗറും കൊളസ്ട്രോളും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പല കാര്യങ്ങളും, രക്തവും അതുപോലെയുള്ള ശരീരത്തിലെ പലതും എടുത്ത് പരിശോധിച്ചതിൻ്റെ ഒടുവിൽ പറയും ഇന്നിന്ന കാര്യങ്ങൾ, ക്രിയാറ്റിൻ കൂടുതലുണ്ട്, അത് കുറവുണ്ട്, BP-യിൽ നല്ല കൊളസ്ട്രോള് അല്ലെങ്കിൽ പൊട്ട കൊളസ്ട്രോൾ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നമ്മളോട് ശ്രദ്ധിക്കാൻ പറയും, നമ്മളോട് തിരുത്താൻ പറയും, ചില മാറ്റങ്ങൾ വരുത്താൻ പറയും, ചില ഫുഡ് സിസ്റ്റം വേണ്ടാന്ന് വയ്ക്കാൻ പറയും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിത രീതി മാറ്റിയിട്ട് സ്വർഗം പറയും നമ്മൾ പ്രതിഫലം ലഭിക്കാൻ തക്ക വിധമുള്ള അനുഗ്രഹമുള്ള വ്യക്തികളായി മാറുന്നുവെന്ന്. അതുകൊണ്ട് ഈ ചിന്തകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈ ഹൃദയവും മനസ്സും തമ്മിലുള്ള കോമ്പിനേഷനകത്ത് മാറിപ്പോകുന്നുണ്ടോ? പല മനുഷ്യരും ഇന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൃദയം കൊണ്ട് കാര്യത്തെ വായിച്ചെടുക്കാൻ ശ്രമിച്ചു, മനസ്സുകൊണ്ടല്ല. എനിക്കറിയാം മക്കളുടെ ജീവിതങ്ങളൊക്കെ, പ്രത്യേകിച്ചും മക്കളുടെ ജീവിതങ്ങളൊക്കെ പൂർവികരിലൂടെ കൈമാറിക്കിട്ടിയ ചില നെഗറ്റീവ് എനർജി കൊണ്ട് തകർന്നു പോകുമെന്നും തളരുമെന്നും അത് ഗുണപ്പെടില്ലെന്നുമൊക്കെ അറിഞ്ഞപ്പം ഒരമ്മ ബോധപൂർവം സഹനത്തെ അങ്ങ് ഏറ്റെടുക്കുക. ബോധപൂർവം സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ അമ്മ പറയുകയാണ്,
അടുത്ത തലമുറയിലേക്ക് കൈമാറാതിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സഹനത്തെ ചോദിച്ചു മേടിച്ച് അനുഗ്രഹത്തോടു കൂടി ഇങ്ങ് എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് ഞാനിപ്പം ശാലോമിനകത്ത് വായിച്ചൊരു മാസികയിൽ വായിച്ചൊരു കഥ പോലും അങ്ങനെയാണ്. ജീവിത പങ്കാളി, നിരീശ്വരവാദിയായ ജീവിത പങ്കാളി മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി സഹനം ചോദിച്ചു മേടിക്കുക. മരണത്തിനൊക്കെ ശേഷമാണ് ഈ മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഫുൾട്ടൻ ജേഷിയനെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു ഡൊമിനിക്കൻ സന്യാസിയുടെ ജീവിതക്കുറിപ്പിനോടൊക്കെ ബന്ധപ്പെട്ട കിടക്കണത്. അദ്ദേഹം ജീവിത പങ്കാളിക്ക് ഒട്ടും വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ നിലപാടുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ജീവിച്ച് കടന്നുപോയ മനുഷ്യൻ ഒടുവിൽ വലിയൊരു വിശ്വാസിയായിട്ട്, വലിയൊരു ആത്മീയ പ്രഘോഷകനായിട്ട് അദ്ദേഹം മാറി. പിന്നീടാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്, ഈ മാനസാന്തരത്തിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പഴയ കുറിപ്പുകളെടുത്ത് വായിച്ചു നോക്കുമ്പം തൻ്റെ ജീവിത പങ്കാളി വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തോട് ചോദിച്ചിരിക്കുക, ദൈവമേ, ഞാൻ ഏത് സഹന വഴിയിലൂടെയും കടന്നു പൊക്കോളാം, ഏത് നൊമ്പരത്തിലൂടെയും കടന്നു പൊക്കോളാം, പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇടപെടണം. ഒറ്റ ഇടപെടൽ മതി, ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. എൻ്റെ ജീവിത പങ്കാളി നിന്നെ അറിയണം, നിന്നെ സ്നേഹിക്കണം, നിനക്ക് വേണ്ടി നിലപാടുകൾ എടുക്കണം. ചിന്തകൾ നമ്മൾ അവസാനിപ്പിക്കുമ്പം മനസ്സിൽ കുറിക്കണം പ്രിയപ്പെട്ടവരെ, മായാതെ മനസ്സിൽ കുറിക്കണം. ആഗ്രഹത്തോടെ പറയണം, എൻ്റെ ഹൃദയവും മനസ്സും തമ്പുരാന് കൃപയോടുകൂടിയിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ. എൻ്റെ ഹൃദയത്തിലും മനസ്സിലും സ്വർഗം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കൊതിയോടെ പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ തമ്പുരാൻ ഇടവുണ്ടാവട്ടെ, മനസ്സിൽ തമ്പുരാനെ വീണ്ടും വിധം വരുത്താൻ പറ്റട്ടെ. നമ്മൾ ഈ കോമ്പിനേഷനകത്ത് അശ്രദ്ധ കാണിച്ചാൽ, ഹൃദയം മാത്രം ആവശ്യത്തെ കൂടുതൽ വളർന്നാൽ അന്ധമായ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകും. മനസ്സ് മാത്രം വളർന്നാൽ അന്ധമായ വിശ്വാസരാഹിത്യത്തിലേക്കും നമ്മളെ അത് മാറ്റും. സംഭവിക്കാതിരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കൊതിയോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞ ഈ ആത്മീയ വിചാരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. ഞങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും വിശുദ്ധീകരിക്കണമേ. സ്വപ്നം കാണാൻ കഴിയാത്ത വിധമുള്ള ദൈവിക ദർശനങ്ങൾ ഞങ്ങൾക്ക് ഏകണമേ. ഈശോയെ, ഹൃദയത്തിൽ അവിടുന്ന് പരീക്ഷകളുമായിട്ട് കടന്നു വരുമ്പം വിജയിക്കാൻ കൃപയേകണമേ. മനസ്സിൽ അവിടുത്തെ പരിശോധനകൾ നടത്തുമ്പം പരിക്കു പറ്റാതിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ, മനസ്സുകൊണ്ട് ദൈവത്തെ അറിയാൻ, അങ്ങനെ പ്രവൃത്തികളിൽ സമ്പന്നമായ ഒരു ജീവിതത്തിനു വേണ്ടി മാറ്റപ്പെടാൻ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.